ഈ കൊഞ്ചൊന്നും കുഴപ്പമില്ല, ലാലേട്ടൻ വരുമ്പോ ഒരു കൊഞ്ചില് വരാണ്ട് അത് വേറെ, അതാണ് ഞാൻ പറഞ്ഞത്. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് തുടങ്ങാം. എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിൽ ഈ പറയുന്ന ഒനിയിൽ നമ്മുടെ അഭിലാഷ് എല്ലാരും കൂടി ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ചെറുക്കൻ പെട്ടു, അവളുടെ കളിയിൽ അവൻ പെട്ടുപോയി, മറ്റേ കളിയിൽ അവൻ പെട്ടുപോയി, എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നത് ആരാണ്? അഭിലാഷാണ്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറയുന്നത് അഭിലാഷാണ്. അതായത് എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്നത് ഈ ജിസൈലും ആര്യനും കൂടി, ആര്യൻ ഒരു ബെഡിൽ കിടക്കുന്നു, ജിസൈൽ നമുക്കറിയാലോ ഇവിടെ കുറെ ബെഡുകൾ ഒഴിവുണ്ട്, പക്ഷെ അവിടെ എങ്ങും കിടക്കത്തില്ല. നമ്മുടെ പപ്പുമോന്റെ അടുത്ത് മാത്രമേ നമ്മുടെ ജിസൈൽ മാമി കിടക്കാറുള്ളൂ. ജിസൈൽ മാമി അങ്ങനെ ഓടി വന്ന് അടുത്ത് കിടക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അനിമോൾ ഉണ്ട്. അനിമോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടപ്പുണ്ട്. അനിമോൾ കണ്ട് മടുത്ത് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അനീഷ് നമ്മുടെ പപ്പുമോൻ പറയുന്നുണ്ട്, നിന്റെ പ്ലാച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പ്രോമിസ് ചെയ്യുന്നു ഞാൻ ഇനി ഒരിക്കലും എടുത്ത് മതിലിന്റെ മണ്ടയിൽ നിന്ന് എടുത്തെറിയില്ല എന്ന് പിന്നീട് പറയുന്നുണ്ട്. ഇത് കേട്ട് അനിമോള് പുതപ്പ് കൊടുത്തോണ്ട് പോകുന്നത്. ആ റൂമിലുള്ള ഏതാണ്ട് മുക്കാൽ ഭാഗം എനിക്കൊന്ന് എല്ലാവരും പുറത്താണ് ഇത് കിടക്കുന്നത്. എല്ലാവരും പുറത്ത് കിടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും മാത്രം അതിനകത്ത്. അനിമോൾ അവിടെ നിന്ന് എഴിച്ച് ഒഴിഞ്ഞു കൊടുക്കുന്നു. അനിമോൾ ഇതിന് മുമ്പേ പറഞ്ഞു, ഞാൻ ഈ കിടക്കാൻ സമയത്ത് ഞാൻ എന്തെല്ലാം കാണുന്നത്, എനിക്കിനി കാണാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇനി കണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറ്റക്കാരാവും, അതുകൊണ്ട് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും എണീറ്റ് പുറത്ത് വന്നാണ് കിടക്കാറുണ്ടെന്ന് ഇതിനു മുമ്പേ ഈ പറയുന്ന അനിമോള് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അന്ന് അനിമോള് പറഞ്ഞപ്പോ എല്ലാവർക്കും കുരു പൊട്ടുകയായിരുന്നു. ഇപ്പോ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ട്. ഇവരതിനെ ലവ് ട്രാക്ക് ആണെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ പറ്റുന്നൊരവസ്ഥയില്ല. അങ്ങനെ പറഞ്ഞ ഒരാളെ അടിച്ചിരുത്തി ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറയാൻ പേടിയാണ്. അനിമോള് തന്നെ പറയുന്നുണ്ട്, എനിക്കിനി ഇത് കാണാൻ വയ്യ, കണ്ടത് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അതൊന്നും കാണാൻ നിൽക്കത്തില്ല, ഞാൻ എനിക്ക് പതുക്കെ അങ്ങ് ഒഴിഞ്ഞു കൊടുക്കും. അവരെന്തോ ആയി, അവര് ഈ പറയുന്ന മാമിയായി മരുമവനായി അവർ നമ്മൾ എന്ത് തരികട വേണോ കാണിച്ച് എനിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു, ആര്യൻ എന്ന് പറയുന്നത് നല്ലൊരു മത്സരാർത്ഥിയാണ്. ഇപ്പോ ക്യാപ്റ്റൻസിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ക്യാപ്റ്റൻസി സംഭവം നോക്കിക്കഴിഞ്ഞാൽ ആര്യൻ, അക്ബർ, ബിന്നി ഈ മൂന്നുപേരാണ് ക്യാപ്റ്റൻസിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനകത്ത് ആര്യൻ ചിലപ്പോൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ചിലപ്പം ആര്യനെ ക്യാപ്റ്റൻ ആക്കാൻ ഇപ്പൊ 3 പേര് ഉണ്ട്. ഈ 3 പേരുണ്ടെങ്കിൽ എന്റെ ഒരു ഐഡിയ ശരിയാണെങ്കിൽ അടുത്ത ക്യാപ്റ്റൻ ആര്യനായിരിക്കും. കാരണം ആര്യനെ ക്യാപ്റ്റൻ ആക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരിക്കും ഇവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതുവരെയുള്ള നമ്മുടെ പരിചയം വെച്ചിട്ട് ആര്യനെ അവിടെ വേണം, ആര്യനെ അവിടെ നിലനിർത്തണം എന്നൊരു ആഗ്രഹം ഈ പറയുന്ന ബിഗ് ബോസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക്, ഈ വരുന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ ആര്യന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ ബസർ കൊണ്ടുവരികയാണെങ്കിൽ, ഒരു ബസർ അടിക്കുമ്പോഴാണ് ഈ ടാസ്ക് തീരുന്നത് എന്നാണ് വരുന്നതെങ്കിൽ എഴുതി വെച്ചു, അത് ആര്യൻ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 99.9% ഈ ക്യാപ്റ്റൻസി ആര്യനായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ആര്യൻ ഈ പറയുന്ന നമ്മുടെ ജിസൈൽ മാമിയുടെ ഈ പറയുന്ന എന്താണ് തലയണ മന്ത്രത്തിൽ മയങ്ങി അവന്റെ കളികളൊക്കെ നഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ അടിപ്പാവാട വരെ കഴുകി കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ എല്ലാവരും ഇപ്പോ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന എന്താണ് അവളുടെ പിന്നീട് അവളുടെ ജോലി ചെയ്തു കൊടുക്കുന്നു, അവളുടെ ബാത്റൂം ക്ലീൻ ആക്കി കൊടുക്കുന്നു, അവളുടെ പാത്രം കഴുകി കൊടുക്കുന്നു, അവളുടെ പാവാട കഴുകി കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്ത് വെറും ഒരു എന്താ പറയുക നാണം കെട്ട ഒരു മത്സരാർത്ഥിയായിട്ട് ജിസൈലിന്റെ വാല് പിടിച്ച് അല്ലെങ്കിൽ ജിസൈലിന്റെ പാവാട തൂക്കി നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആര്യൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ജിസൈലിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന ജിസൈലിനെ അടുത്തിരുത്തിക്കൊണ്ട് അക്ബർ, ഒനിയിൽ ഇതൊക്കെ പറഞ്ഞ് ജിസൈലിന്റെ ഈ പറയുന്ന കൊഞ്ചലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ജിസൈലിന്റെ കൊഞ്ചല് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അതിന്റെ ഒരു ക്ലിപ്പിംഗ് നമുക്ക് ഇവിടെ വെക്കാം, അതൊന്ന് കണ്ടു നോക്കൂ. കൊഞ്ചാണ്ടെന്ന് പറയാലോ, എഫേർട്ട് അല്ലേ, എഫേർട്ട് മാറ്റേഴ്സ്. ഇഷ്ടമുള്ള പോലെ പറഞ്ഞു തൽക്കാലം കൊഞ്ചിട്ട് പറയും, എന്നിട്ട് പയ്യെ കൊഞ്ചിട്ട് നിർത്തിയാൽ മതി. അതെ, കൊച്ചിലെ ഇങ്ങനെ പറഞ്ഞ് ശീലമായി. ഈ കൊഞ്ചൊന്നും കുഴപ്പമില്ല, ലാലേട്ടൻ വരുമ്പോ ഒരു കൊഞ്ചില് വരാണ്ട് അത് വേറെ, അതാണ് ഞാൻ പറഞ്ഞത്. അക്ബർ ഇവിടെ പറയുന്നത് കേട്ടോ. അക്ബർ പറയുന്നത് ഈ കൊഞ്ചിലൊക്കെ ഒന്നും പ്രശ്നമില്ല, പക്ഷെ ലാലേട്ടൻ വരുമ്പോഴുള്ള ഒരു കൊഞ്ചില് അത് സഹിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അവിടെ മറുപടി ഇല്ലാതെ ഈ പറയുന്ന ഒരു പഴം വിഴുങ്ങിയ പോലെ ഈ പറയുന്ന ജിസൈൽ അവിടെ ഇരിക്കുന്നുണ്ട്. ജിസൈൽ തന്നെ പറയുന്നത് ഞാൻ ശീലിച്ചതാണ്. അപ്പൊ ഇപ്പൊ പറയുമ്പോൾ ഒരു കൊഞ്ചലുണ്ട്, ഇത് നോർമൽ പറയുന്ന ഒരു കൊഞ്ചലല്ല, ഇപ്പോഴും പറയുമ്പോൾ ഒരു കൊഞ്ചലുണ്ട്. അത് ഞാൻ കൊച്ചിലെ അങ്ങനെ പറഞ്ഞ് ശീലിച്ച്, നിങ്ങളൊക്കെ പറയില്ലേ കൊഞ്ചൽ എന്ന് പറയില്ലേ എന്ന് പറയുമ്പോൾ അക്ബർ അവിടെ പറയുന്നുണ്ട്,
ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ സഹിച്ചു. പക്ഷെ ലാലേട്ടനെ കാണുമ്പോൾ എന്തൊരു കൊഞ്ചല്. പക്ഷെ ആ കൊഞ്ചലിൽ അവള് വിജയിക്കുന്നുണ്ട്. ലാലേട്ടൻ ആ കൊഞ്ചലിൽ മയങ്ങി നിൽക്കുന്നുണ്ട്. ജിസേൽ ഇന്നലെ വിളിക്കുന്നത് ജിസേൽ. അങ്ങനെ ജിസേൽ മാമിയെ എല്ലാരും കൂടി ഇങ്ങനെ സോപ്പിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇപ്പോ ജിസേൽ മാമി ആരാണെന്നും ഒക്കെ ഇപ്പൊ എല്ലാവരും, ഈ ബിന്നി ഉൾപ്പെടെയുള്ള, ബിന്നിയാണ് ഏറ്റവും ഫ്രണ്ടിൽ ജിസേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് ജിസേലിന്റെ ഒരു പാവാട പോലെ നടന്നിരുന്ന ബിന്നി ഇപ്പൊ ജിസേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നു. അതിനുശേഷം നമുക്ക് ഇന്ന് എടുത്തു പറയാനുള്ളത് ഈ പറയുന്ന അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയ, പലരും പറയുന്നുണ്ട് നിനക്ക് എന്തറിയാടാ അത് ബോയ് ഫ്രണ്ട് അല്ല അത് ഫ്രണ്ട് ആണ്ടാ, ഇതിപ്പം ഈ അവരുടെ കുടുംബം തകർക്കണ്ട, ഇതിലെ കുടുംബം തകർക്കാനൊക്കെ എന്തിരിക്കുന്നു, ഇതൊക്കെ നോർമൽ കേസല്ലേ. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിക്കട്ടെ ഒരു ആൺകുട്ടി ആയിക്കട്ടെ അവർക്ക് ഒരു അഫയർ ഉണ്ടാകുന്നത് വളരെ നോർമൽ കേസാണ്. അല്ലാതെ പിന്നെ ചെയ്ത് ഗർഭിണിയൊന്നും ആയില്ലല്ലോ, ഗർഭം ധരിച്ച് അബോഷനൊന്നും ചെയ്തില്ലല്ലോ, അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോ എന്തായാലും നമ്മുടെ നമുക്കറിയാലോ ഈ പറയുന്ന ജീവനും ജീവന്റെ പിന്നെന്താണ് നായികയുമായി അവിടെ ഒരു സംഭവം, അവരുടെ ഒരു പുതിയൊരു സിറ്റ്കോം അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്നു, ഹാപ്പി കപ്പിൾസ്. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, തലയണൊക്കെ ഉണ്ടാക്കുന്നു, നേരെ ഓടിപ്പോകുമ്പോൾ അവർ കാണുന്നു, ഒക്കെ ശരി തന്നെയാണ്. അവിടെ ഈ ജീവനെ കണ്ട ആ സമയത്ത് തന്നെ അനുമോളുടെ പിന്നെ എന്ത് ചെയ്യുന്നു, അനുമോള് സ്വാഭാവികമായിട്ടും അനുമോള് ഡൗൺ ആവുന്നു. അതിനുശേഷം ആദിലയുമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നമ്മുടെ ഇവിടെ പോയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് പറയുന്നുണ്ട് എന്റെ ജീവിതം തുളച്ചവനാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊന്നൊരു വലിയൊരു ഡീൽ, ഇതൊന്നും ഒരു മോശപ്പെട്ട കാര്യങ്ങളോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഹ്യൂമൻ ബീങ് ആണെങ്കിൽ, നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അനുരാഗം ഉണ്ടാകും, പ്രേമം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാവും. ഇതിലൊരു വലിയ കാര്യമോ അല്ലെങ്കിൽ കുടുംബം തകർക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പം അവളുടെ അനുമോളുടെ തന്നെ ആ ഒരു ബിഹേവിയറിൽ നിന്നും അല്ലെങ്കിൽ തന്നെ ഈ സംസാരത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് തന്നെയാണ് അവർ തമ്മിലൊരു അഫയർ ഉണ്ട്. അതിപ്പോ പറഞ്ഞാൽ എന്താ കുഴപ്പം, എന്താ ഇത് മലമറിക്കാൻ വേണ്ടി എന്തായിരിക്കുന്നത്, ഇതിലവരുടെ ഭാവി എവിടെ തകരുന്നത്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവണം. പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടം ഉണ്ടാവണം. അത് എല്ലാ പെണ്ണുകളും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ എന്തോ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഫയർ അല്ലെങ്കിൽ ആരുടെ ഇഷ്ടം തോന്നാതെ ഇരിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഈ പറയുന്ന നമ്മുടെ ജീവന്റെ അടുത്തൊന്നും വരാം. ജീവൻ ഇടയ്ക്ക് വെച്ച് പറയുന്നത് ബിഗ് ബോസിന് വരുമായിരുന്നു, പിന്നീട് ഇപ്പൊ മറ്റു ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോവാൻ സമയത്ത് അനുമോള് മാക്സിമം ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി. അപ്പോൾ ജീവൻ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു, കൈ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ പിന്നെ അനുമോളുടെ ആ ഒരു അനിഷ്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു. കുറച്ചു നേരമൊക്കെ പിന്നെ മൂഡ് ഔട്ടായിട്ട് ഇരുന്നു അനുമോള്. പിന്നെ അതൊക്കെ മാറി. ഇത് പണ്ടെങ്ങോ നടന്ന ഒരു പ്രണയം അതൊക്കെ പോയി എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താ ആയിക്കോട്ടെ, അതൊന്നും വലിയൊരു ഡീലെന്നോ അല്ലെ വലിയൊരു പ്രശ്നമൊന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്തായാലും അവരൊക്കെ വന്നു പോയി. പിന്നെ ഇന്നത്തെ പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ അനീഷ് ആദില വിഷയം ഇന്നും ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനീഷിനെ പിന്നെ ആദിലയുടെ നെഞ്ചിൽ അനീഷ് അറിയാതെ മുട്ടുകൊണ്ടെന്നോ ആദില എടുത്ത് ഇടിച്ചെന്നോ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും രണ്ടുപേർക്കും പരസ്പരം അപ്പോഴത്തെ ഒരു റിഫ്ലക്റ്റില് അവൾ ഇടിച്ചു, അവൻ അറിയാതെ അനീഷ് വരാതെ വന്ന ഒരു കൈ കൊണ്ട്, അതൊക്കെ വലിയ ഇതൊന്നുമില്ല. പക്ഷെ അവരുടെ ഈ വഴക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അതിനൊരു പര്യവസാനം വരുമെന്നാണ് തോന്നുന്നത്. കാരണം രണ്ടുപേർക്കും ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ബോട്ടിൽ ടാസ്ക് ഏറ്റവും കൂടുതൽ മോശമാക്കിയത്, ഏറ്റവും കൂടുതൽ തരിപ്പണമാക്കിയത് അനീഷാണ്. അനീഷ് എന്ന് പറയുന്നുണ്ട് കുടിവെള്ളത്തിൽ കയറി ചവിട്ടിയതും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനീഷ് പറഞ്ഞു എനിക്കത് ഒരിക്കലും തെറ്റായിട്ട് തോന്നില്ല, ഞാൻ ഇനിയും കൂടുതലായിട്ട് ചെയ്യണമായിരുന്നു എന്ന് ജയിലിരുന്ന് അനീഷ് പറയുന്നുണ്ട്. എന്ത് കണ്ടിട്ടാ പറയണമെന്ന് അറിയത്തില്ല. ഈ വട്ടം മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ അനീഷിനായിരിക്കും ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടാൻ ചാൻസ് ലാലേട്ടൻ്റെ ഇന്ന്. അത് വഴക്ക് കിട്ടണമെന്നാണ് പറയുന്നത്. അനീഷിന്റെ ഗെയിമിൽ അത് നന്നായിരിക്കും, അനീഷ് നന്നായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലായിരിക്കും അനീഷ് വരുന്നത്. പക്ഷെ അത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയില്ലേ എന്നുള്ളത് കേസ്. ഇപ്പം അനീഷിന്റെ ഒരു കേസ് അമിതമായ ഒരു വാശിയാണ്. എല്ലാ കേസിലും എന്ത് ചെയ്യുന്നു, ഒരു വാശി പിടിക്കുന്നു. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ള രീതിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എപ്പോഴും ഒരു കാര്യം അനാവശ്യമായിട്ട് ഒരു കാര്യം ആവർത്തിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് അവിടെയുള്ള മത്സരാർത്ഥികളായിക്കോട്ടെ ആരായിക്കോട്ടെ അവിടെ ഉള്ളവർക്കൊന്നും അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഒരു പരിധി വരെ നമുക്ക് സഹിക്കാം. പക്ഷെ ഒരു കാര്യം തന്നെ കഴിഞ്ഞ ഗെയിമിൽ തന്നെ പലപ്പോഴും അനീഷല്ല ആദ്യം വരും. അതായത് അനുമോളും അനീഷുമായിട്ട് വന്ന അനീഷല്ല, അനുമോളാണ് ആദ്യം വന്നത്. അവിടെയും ഒരു തർക്കം, എല്ലാത്തിനും ഞാൻ തന്നെ ജയിക്കണം, എനിക്ക് തന്നെ വേണം, എനിക്ക് തന്നെ കിട്ടണം, എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാരും കിട്ടരുതേ എന്നുള്ള രീതിയിലൊക്കെ ടാസ്ക് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ ഷാനവാസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോൾ എപ്പോഴും ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന എന്താ ഭയങ്കര ബലം പിടിച്ചുകൊണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അവിടെ തമാശയും ഈ പറയുന്ന ഫണ്ണൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എങ്കിലും അവർ ഒരുവിധമൊക്കെ പാച്ചപ്പ് ആയി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ട് ഇല്ലായിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ് നടന്നത്. അതായത് ജയിൽ നോമിനേഷൻ,
ക്യാപ്റ്റൻസി ടാസ്ക്, ഈ പറയുന്ന ജീവന്റെ വരവ്. ഇത്രയാണ് പ്രധാനമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.